ADGP അജിത് കുമാറിന് സംരക്ഷണ കവചം തീർക്കുകയാണ് മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെ തൊടാൻ പോലും ഒരാൾക്കും ഇനി കഴിയില്ല. ഘടകകക്ഷികൾക്കും അവരുടെ ആരോപണങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി MR അജിത് കുമാർ എന്ന ADGPയെ സംരക്ഷിക്കുന്നത്. സർവീസിൽ നിന്ന് പുറത്താക്കാൻ സഖ്യകക്ഷികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ADGP MR അജിത് കുമാറിന് സംരക്ഷണ കവചം തീർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ഒരു കീഴ്വഴക്കം കൂടി സൃഷ്ടിക്കുകയാണ്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ CPM-ന്റെ മുഖ്യ സഖ്യകക്ഷികൾ ADGPക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇന്ന് ചേർന്ന LDF യോഗത്തിലും വിഷയം ചർച്ചയായെങ്കിലും അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറായില്ല. MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം DGPയുടെ പരിധിയിൽ കൊണ്ടുവരാമെന്ന നിലപാട് മാത്രമാണ് പിണറായി വിജയൻ ഇപ്പോൾ എടുക്കുന്നത്. എന്നാൽ CPI ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. CPM-ന്റെ സഖ്യകക്ഷിയായ RJDയും അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന നിലപാടിലാണ്. ഇതുകൂടാതെ NCPയും JDS-ഉം ADGP വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഘടകകക്ഷികളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന CPI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥി VS സുനിൽകുമാറും അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. തൃശൂർ പൂരം കലക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതായി PV Anwar MLA ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന ചോദ്യവും CPI ഉന്നയിച്ചിരുന്നു. അജിത് കുമാറിന്റെ സന്ദർശന ലക്ഷ്യമറിയാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വവും പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തൃശൂർ പൂരം കലക്കിയതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് CPI തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആരോപിച്ചിരുന്നു. എന്നാൽ ഘടകകക്ഷികൾക്കുള്ള സംശയ നിവാരണത്തിന് പോലും കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ പിണറായി വിജയൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ RSS നേതാക്കളെ കണ്ടതിലും എത്രയോ ഗുരുതരമായ ആരോപണമാണ് ഒരു കൊലപാതകമടക്കമുള്ള വിഷയങ്ങൾ ADGPയുടെ മുന്നിലുണ്ടായത്. എന്നാൽ അന്നൊന്നും മിണ്ടാതിരുന്ന ഘടകകക്ഷികൾ അടക്കമുള്ളവർ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി അജിത് കുമാറിനെ ബലിയാടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പിണറായി വിജയന് സാധിക്കില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം RSS നേതാവിനെ കാണുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന, ആ സംഘടനയുടെ നേതാവിനെ കണ്ടതിൽ എന്ത് തെറ്റാണുള്ളത്? എന്നാൽ കൊലപാതകമടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും സംരക്ഷിക്കുന്നതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിന് തയ്യാറാകാതെ ഇപ്പോൾ ഘടകകക്ഷികൾ ഒന്നടങ്കം RSS എന്ന് കേട്ടപ്പോഴേ ചാടി വീണെങ്കിലും പിണറായി വിജയൻ ആ കുഴിയിൽ വീണില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.